എൻ്റെ അമ്മയ്ക്ക് ഫാൻ ഇട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ കരയും കൂടെ കിടന്നിട്ട് നേരെ വിളിക്കും. ഫാനില്ലാണ്ട് വയ്യ. ഫാൻ എടുത്തിട്ട് പോയി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ എന്താ നെറ്റ് ഇടിക്കും. ഇതല്ലേ ഇല്ലെങ്കിൽ ഇതാ ഗുണ്ടേ വെച്ച് ഇടിപ്പിക്കും. എന്തായാലും ആ റോഡ് വെച്ചിട്ടുണ്ട് ഇവിടെ തൊട്ട് ഇതാ ഈ റാക്കിന്റെ മുകളിലേക്ക്. ഇനി അതിന്റെ മുകളിൽ നമ്മുടെ ഈ ഗ്രീൻ സ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ന പോലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം. ഇതിൽ നോക്കി പറ. Good morning guys, welcome to you vlog. എന്റെ പരിപാടിനാ ആ റൂമിൽ ഇയാളില്ലല്ലോ. എനിക്ക് ഇയാളല്ലേ വേണ്ടത്. ഇയാളില്ലാണ്ട് ഞാൻ ആരെയും വ്ളോഗ് എടുക്കുക? ഈ വീട്ടിൽ കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ടോ? പറ. നന്നല്ലേ ഇത്ര വ്ളോഗ് നന്നല്ലേ? എടാ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞ ഡയലോഗ് അവിടെ തന്നെ പറഞ്ഞു, വ്ളോഗ് നന്നല്ല അത്. എൻ്റെ അമ്മയ്ക്ക് ഫാൻ ഇട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ കരയും കൂടെ കിടന്നിട്ട് നേരെ വിളിക്കും. ഫാനില്ലാണ്ട് വയ്യ. ഫാൻ എടുത്തിട്ട് പോയി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ എന്താ നെറ്റ് ഇടിക്കും. ഇതല്ലേ ഇല്ലെങ്കിൽ ഇതാ ഗുണ്ടേ വെച്ച് ഇടിപ്പിക്കും. വാവനെ ഗുണ്ടാന്ന് പറഞ്ഞു. വാവ നമ്മുടെ ഗുണ്ടാ അല്ല വാവേ? വാവ ഗുണ്ടയാണോ? ഗുണ്ടവാവയാണോ? അച്ഛൻ്റെ കുണ്ടിയാണോ നമ്മുടെ കുണ്ടിയാണോ? പറ. വാവ പറ. വാവ ആരുടെ ഗുണ്ടയാണ്? അത് മാറ്റിയിട്ടില്ലല്ലേ? ഡിപ്ലോമാറ്റിക് ആൻസർ മാറ്റിയിട്ടില്ലല്ലേ? രണ്ടുപേരുടെ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നിങ്ങൾ സ്ഥിരം കാണുന്ന അതേ കാഴ്ച, അതേ ലിവിങ് റൂം, അപ്സ്റ്റെയറിലെ സ്ഥിരം കാഴ്ച, സ്ഥിരം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ആ രണ്ട് മുതലുകൾ. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ രാവിലത്തെ അംഗം. നിങ്ങൾക്ക് കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടായിരിക്കില്ലേ? അപ്പൊ ദിവസം ചെയ്യുന്ന എന്റെയൊക്കെ അവസ്ഥ എന്താണ്? 8 മണിക്ക് പോകേണ്ട മുതലുകൾ വരുന്നുണ്ട് 8:30. കണ്ട 8:30. എന്നിട്ട് ഇന്ന് ചീത്ത പറയും, വൈകി 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 പറഞ്ഞിട്ട്. പോരുന്ന വഴിക്ക് മുട്ട വാങ്ങിച്ചുകൊണ്ട് പോന്നു. മുട്ട ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്യണേ, കാരണം ഇത് കഴിയാൻ പാടില്ല. ഇതോ ഇനി 2-3 ഐറ്റം കൂടി ഉള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്യണം. നമുക്കെല്ലാവർക്കും പ്രോട്ടീൻ ആവശ്യമാണല്ലോ. ഇതാ മുട്ട കൊണ്ടുവന്ന് റീഫിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രേ ഫുള്ളായിട്ട് നിറഞ്ഞ് കണ്ടാൽ മാത്രമാണ് ഒരു സമാധാനം ഉള്ളത്. വാവക്കുട്ടിയുടെ ചോക്ലേറ്റ് അതായിരിക്കുന്നു വലിയൊരു സാധനം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 9:30 ഇതാ ഉണ്ടാക്കാൻ പോകണുള്ളൂ. എല്ലാവർക്കും ദോശയാണ്. കാരണം കുട്ടീനെയും വൈഫിനെയും കൊണ്ടാക്കി വരുമ്പോഴേക്ക് ഈ ഒരു നേരവും ഇപ്പോഴാണ് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അമ്മ പോകുമ്പോൾ തന്നെ കായപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും എനിക്ക് ആ പണി ലാഭം. അമ്മ ഇവിടുത്തെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുഴങ്ങി വന്നിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും, വെറുതെ ഇരിക്കുകയില്ല. എണീറ്റ് നിൽക്കാൻ വേപ്പിച്ചാ എന്തെങ്കിലും ചെയ്യൂലേ നിങ്ങള്? അതാണ് നമ്മുടെ രീതി. എത്ര പാത്രം ഉണ്ടായിരുന്നു കൊട്ടക്കട നിറച്ചും തൂക്കും നിറച്ചിട്ട് എല്ലാം മോരെ വെച്ച് ഞാൻ വല്ലാത്തൊരു കാലം. പാത്രം കഴുകണ പറഞ്ഞ് ഒരു മിഷൻ വാങ്ങിയ ചോളുണ്ട്. അടക്കം രണ്ടത് ഇവിടെ കണ്ട് ഇതായിട്ട് വാങ്ങിച്ചിട്ട് ചെയ്യാൻ എനിക്ക് ഇവിടെ. അത് അവിടെ കുത്തി വെച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്ത് കഴുകാൻ നിൽക്കണോണ്ടാണ്. അതാ സംഭവം. ഇങ്ങനെയുണ്ട് ഒരു കൊട്ടക്കട നിറച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മോറിക്കോളെ മൂളിക്കോ ജോലിക്ക് പോയിക്കോ, മോളിക്കോ, കടക്കോഴി എല്ലാം ചെയ്യും. എല്ലാം ചെയ്യാം. നിങ്ങൾക്കിപ്പോ ദോശ ഉണ്ടാക്കി തരാം, നിങ്ങൾ കരയണ്ട. എനിക്ക് വയ്യ, അതന്നെ എന്റെ ദേഹം തീരെ വയ്യ. നിങ്ങൾ ചെയ്യണ്ടേ, ഞാൻ വന്നിട്ട് ചെയ്തോടെ അറിയില്ലേ പതുക്കെ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. 2 ദോശ, കായപ്പേരി, ഒരു പഴം. അങ്ങനെ വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? മൈൻഡ് വേവ്സ് ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കർട്ടൻ ഇങ്ങനെ അടിച്ച് തൂക്കിയിരുന്നു. ഇത് ഈ പോർഷനിലായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ അതിവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കാല് വരും, ഇതേണ്ട അവിടെ ഒരു കാല് വരും. ഈ 2 കാലും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതായത് ഇതുപോലുള്ളൊരു ട്രൈപോഡ് പോലെ വരിക. അങ്ങനെ 3 കാലുകൾ ഉണ്ടായിരിക്കും. 2 കാല് അപ്പുറം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, തട്ടിത്തടഞ്ഞ് വീഴും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനിപ്പോ എന്ത് സൊല്യൂഷൻ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇതിന്റെ മുകളിൽ നിന്ന്
നേരെ ആ റാക്കിന്റെ മുകളിലേക്ക് ഒരു കമ്പി ഇടുക. ആ കമ്പികൾ നമുക്കിവിടെ ഉണ്ട്, സാധനം സ്റ്റോക്ക് ഉണ്ട്. ഇത് ഏച്ചു കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീളത്തിൽ കിട്ടും. ഈ സാധനം വെച്ചിട്ട് ഏച്ചു കൂട്ടി നീളത്തിൽ ഉണ്ടാക്കാൻ പറ്റും. 2-3 നമ്മുടെ അടുത്തുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വയ്ക്കുന്ന ആ ലെഗിന്റെ ഡിസ്റ്റർബൻസ് നമുക്കിവിടെ ഒഴിവാക്കാം എന്നുള്ളതാണ് പ്ലാന്. എങ്ങനെ വരും എന്നുള്ളത് അറിയില്ല. അത് വെച്ചതിന് ശേഷം നമുക്ക് കർട്ടൻ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈൻഡ് യൂസ് ചാനലിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കണം. കാരണം അവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ കഴിയാറായിട്ടുണ്ട്. എന്തായാലും ആ റോഡ് വെച്ചിട്ടുണ്ട് ഇവിടെ തൊട്ട് ഇതാ ഈ റാക്കിൻ്റെ മുകളിലേക്ക്. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഗ്രീൻ സ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം. നോക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഫൈനൽ റിസൾട്ട്. മൈൻഡ് വേവ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കർട്ടനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കണം എന്നുണ്ട്. എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. ഇതൊക്കെയാണ് സെറ്റപ്പ്. കണ്ടില്ലേ ലൈറ്റ്? ഇത് ഫോൺ ലൈറ്റിൻ്റെ മുകളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ശല്യം. നമ്മുടെ ഫോണിൻ്റെ കുഴപ്പമാണ്. ഈ ഫ്ലിക്കറിങ് നമുക്ക് ഒഴിവാക്കാൻ ഒരു വഴിയില്ല. അമ്മയുടെ ഐഡിയയാണ് മുട്ടയും ദോശയും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറയണത്. അതായത് ദോശ ഒഴിക്കുക, അതിൻ്റെ മുകളിൽ മുട്ട ഒഴിക്കുക അല്ലേ? അങ്ങനെയാണോ വേണ്ടേ? അങ്ങനെയാണോ? ഇത് ഞാൻ മുട്ട കലക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചാൽ പോരെ? ഇതിലേക്ക് ഒഴിച്ചാൽ പോരെ? ഇതിപ്പോ മുട്ട മിക്സ് ചെയ്തിട്ടുള്ള ചെറുപയർ ദോശയാണ്. കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഒന്നും കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട്. കൂടുതൽ പ്രോട്ടീൻ, കൂടുതൽ ഹെൽത്തിയാണ്, അധികം കാർബോഹൈഡ്രേറ്റ് ഇല്ല. പ്രമേഹക്കാർക്കും അങ്ങനെയുള്ള അസുഖക്കാർക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. വെരി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇതാണ് ലഞ്ചിന് കഴിക്കാൻ പോണത്. 1:40 ആസ് യൂഷ്വൽ ലഞ്ച് ടൈം. ഗോതമ്പ് ദോശ എന്നാണ് പറയുന്നത്. ചെറുപയർ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് 1 മുട്ട ചേർത്തിട്ടുണ്ട്. സാമ്പാറുണ്ട്, കുറച്ചും കൂടി ഉണ്ട്, കഴിയാറായി. പിന്നെ വാട്ടർ മെലനുണ്ട്. ഇനി ഇന്ന് മിക്കവാറും ചോറെടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. വയറിപ്പോൾ തന്നെ ഫുള്ളാവും. ഉപ്പേരി ഉണ്ട്. കായപ്പേര്. ഇത് പിന്നെ അമ്മ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് ഉണ്ടാക്കി. ആൾക്കൊക്കെ ഭയങ്കര ക്ഷീണം. ഈ നേരത്തെ എണീറ്റ് ഉണ്ടാക്കുക ഭയങ്കര പണിയാണ് ഈ രാവിലെ എണീക്കലേ. കാരണം രാത്രി വൈകിട്ടാണ് കടന്നുറങ്ങുക, എല്ലാ പരിപാടികളൊക്കെ തീർത്തിട്ട്. അപ്പം അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. എനിവേ ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ്. ലഞ്ചാണെങ്കിലും ശരി, ഡിന്നർ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കുക. പരമാവധി അസുഖങ്ങൾ ഒഴിവാക്കാം. ആസ് യൂഷ്വൽ 4 മണിയായി. 4:30 സ്കൂൾ വിടും. കുട്ടീനെയും വൈഫിനെയും സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോകാനുള്ള നേരമായി. പുറത്ത് നിന്നിട്ട് നല്ല കളിയാ. 5:45 രണ്ടുപേരും വീട്ടിലെത്തി. സീരിയൽ തുടങ്ങി. ഇനി മാവ് അരയ്ക്കാൻ കൊണ്ടുപോകണം. പണിയുണ്ട്. ഇതെന്താ 3 പെണ്ണുങ്ങളും കൂടി ഇവിടെ വന്നിക്കണ്? നിങ്ങൾക്കൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ലേ? ആളെ കാണാൻ വേണ്ടി വന്നിക്ക. എന്താ യൂണിഫോം പോരണ്ടേ? അവര് സാധനങ്ങൾ കൊണ്ടുവരാൻ പോവാ. ഇന്ന് തൊട്ട് ഈ വീട്ടിലേക്ക് താമസം മാറുകടാ. വാവ്. അച്ഛൻ വന്നിട്ടുണ്ട്. പള്ളിയുടെ അച്ഛൻ്റെ അത് വെഞ്ചരിക്കാൻ വന്നതായിരിക്കും. ആദ്യമായിട്ട് കയറി താമസിക്കല്ലേ? പോയിട്ട് 2ാമത് വരികയല്ലേ? നമ്മള് ഗണപതി ഹോമം കഴിക്കില്ലേ? ആ പരിപാടിയാണ് അവര് ചെയ്യണത്. അവരുടെ സാധനങ്ങളായിരുന്നില്ലേ അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂറായി ലോറി. പക്ഷെ അവര് വണ്ടിക്കാർക്ക് സ്ഥലം അറിയാണ്ട് ഇവിടെ കടന്ന് കറങ്ങുന്നത്. അല്ല, ഈ കല്ലൊക്കെ അവര് அந்த சிமெண்ட் ப்ரொடெக்ட் பண்றதுக்காக போட்டிருக்காங்க. அது தொட்டா இனிமே என்ன ஆகும் தெரியாது. ஐயோ, அங்க ஒரு கார் வந்துட்டு அந்த கல்லு கொஞ்சம் நிறந்தா போச்சு. உயிரெடுப்பாங்க. அந்த இருக்காங்களாங்க? இருந்தா ஏன் உயிரெடுப்பாங்க? பறந்து கேட்டாரு. ആസ് യൂഷ്വൽ ദോശകൾ തന്നെയാണ് ഡിന്നറിന്. സാമ്പാർ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ മാവ് അരച്ചു കൊണ്ടുവന്നു. ഇന്ന് സ്കൂളിൽ എന്തൊക്കെ വിശേഷങ്ങൾ? പേപ്പർ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞോ? ഇത് കണ്ടിട്ട് ഗൈസ് പറയാണ് എനിക്ക് വട്ടാണെന്ന്. തോന്നുമ്പോ അഴിക്കും, തോന്നുമ്പോ ഇടും, അങ്ങനെ തന്നെ പറയാം.
പെട്ടെന്ന് എന്ത് ഇതടിക്കും. എനിക്ക് കട്ടനൊന്നും വേണ്ട, ഇത് മതി. അത് നിങ്ങൾക്ക് കടക്കാൻ ബുദ്ധിമുട്ടാവുന്ന എഴുതിട്ട് പെട്ടെന്ന് അത് തൂങ്ങും. ഓരോ സമയം ഓരോ മൂടാണ്. എന്താ ഞെക്കി കുത്തിക്കൊണ്ടിരിക്കണേ? തൊട്ട് നോക്കിക്കൊണ്ടിരിക്കണേ? ഞാൻ ഇപ്പൊ ഓപ്പണായി പറയണോ? ആ ഓപ്പണായിട്ട് പറയണം. ജസ്റ്റ് ചൊറിയാൻ ഭയങ്കര രസമാണ് ഗൈസ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞാവിടെ കാർട്ടൂൺ അല്ലാതെ വേറെ ഒന്നും ഇയാൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റൂല. എല്ലാ ഫോണിലും കാർട്ടൂണാണ്. അത് മുമ്പിൽ വന്ന് നിൽക്കും. ഓ മൈൻഡ് വേവ്സ് വീഡിയോ എടുക്കാൻ തുടങ്ങിയാ? യാ ഐ ആം ജസ്റ്റ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ സ്ക്രീൻ എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് പുതിയ സ്ക്രീന്, അല്ലെങ്കിൽ പുതിയ ബാക്ക്ഗ്രൗണ്ട്. എന്തിനാണ് ഈ ഗ്രീൻ സ്ക്രീൻ ഇപ്പൊ വെച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്തത്. ഹലോ ഇഞ്ചി, അത് അവിടെ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് പിക്ക് ചെയ്യാൻ വരുമ്പോ കാണാം. അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കേണ്ടത്? എന്ത് എക്സ്പ്രഷനാ ഇഞ്ചി ഇതിനെ കുറങ്ങനെ പോലെ തന്നെ ഉണ്ടായിരുന്നത്. ഡെയിലി ഉണ്ട് ഒരു ഇത്, അങ്ങനല്ല. പിന്നെ ഞാൻ ഇതിന്റെ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കണം? പിന്നെ ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചിരിപ്പിക്കല്ലേ പിന്നെ എങ്ങനെ കുറങ്ങനെ, അതും കൂടി കുറയാൻ കൂടി ഇതിനേക്കാളും നല്ല എക്സ്പ്രഷൻ തരും സത്യം പറഞ്ഞത്. പിന്നെ നിങ്ങള് വരുമ്പോ അങ്ങനെ വെറുതെ ചിരിച്ചോണ്ടിരിക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? ഒരു സ്മൈലിങ് ഒരു ഇത് അങ്ങനെയല്ല. ഞാൻ അങ്ങനെ തന്നെയല്ലേ. രാവിലെ നമ്മള് അടുക്കളയിലേക്ക് എങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ പെറ്റെടുക്കണ പട്ടിയുടെ അടുത്തേക്ക് എന്ന പോലെയല്ലേ അടുക്കളയിൽ കയറിയാല് എന്താ ചെയ്യാറിയോ? നമ്മള് നോർമലായിട്ട് എന്തെങ്കിലും നമ്മൾ തന്നെ സമയം അയച്ചിട്ട് ഒന്ന് വേഗം കഴിയണമെന്നിരിക്കുക. അപ്പോഴായിരിക്കും അത് ഓരോരോ കഥ. എനിക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്. എന്താ അറിയോ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ വൈകിക്കും. എനിക്ക് സംസാരത്തിലായിരിക്കും കോൺസെൻട്രേഷൻ. ചെയ്യുന്ന ജോലിയിൽ പിന്നെ കുറച്ച് പതുക്കെയാവും. അങ്ങനെ നേരം വൈകും. അങ്ങനെ ആയാണ് എനിക്ക് ടെമ്പർ കൂടുന്നത്. അപ്പം ഞാൻ പറയും സംസാരിക്കല്ലേ, ഇത് സംസാരിച്ചാൽ എനിക്ക് സമയം ആവും, സമയത്തിന് എനിക്കൊന്നും ആവില്ല ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ പറയുന്നതൊക്കെ വേസ്റ്റാണ്. ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇനിവേ ഞാൻ ഈ എഡിറ്റിംഗ് ഒന്ന് തീർക്കട്ടെ. മഹാഗണപതി മനസാ സ്മരാമി മഹാഗണപതി. അത്രയുണ്ടല്ലോ കഴിക്കാൻ. എന്നിട്ടാ അതോ എന്നാ കഴിക്കും. ബർഫിലെ താത്തിട്ടാലും പോവില്ല, ഒട്ടി പിടിച്ചിരിക്കല്ലേ? ആ ശരിയാ, കഴിച്ചോ. എന്താ ഇവിടെ പണി? കണ്ടാ എന്താ എങ്ങനെ അറിയണേ? ഞങ്ങള് സദ്യക്ക് കാത്തിരിക്കാണേ. ആ സദ്യ ഇപ്പൊ വിളമ്പാലോ? ഇപ്പൊ വിളമ്പി തരേ. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഏയ് എന്താ വെൽവെറ്റ് പുതപ്പൊക്കെ പുതച്ച് കിടക്കുകയാണ് സുഖായിട്ട്. നല്ല സുഖമുണ്ട് അല്ലേ ബാവേ? നമുക്ക് ഇതൊക്കെ എന്ന് ഉങ്ങിയാല് നല്ല സുഖല്ലേ? അപ്പൊ ഒന്ന് സൈൻ ഔട്ട് ചെയ്തോ. അങ്ങനെ ഇതാ കുഞ്ഞാവാണ്ടല്ലോ സൈൻ ഔട്ട് ചെയ്യാൻ. അത് പറഞ്ഞ് പഠിപ്പിക്കണ്ടേ? നമുക്ക് സൈൻ ഔട്ട് ചെയ്യാലോ. അമ്മ പഠിക്കില്ല, സ്വന്തം പറഞ്ഞോളൂ. സബ്സ്ക്രൈബ് ചെയ്യാ. ഇനി നാളെ വേറെ ഒരു വ്ളോഗിൽ കാണാം. ഭാരത ഭാഗ്യ വിധാ